അങ്ങേയറ്റം ഹൃദയഭേദകമായ ഒരു വാർത്ത. ഓമനിച്ച് വളർത്തിയ തന്റെ പൊന്നുംകുടം ചേതനയേറ്റ് കൺമുന്നിൽ കിടക്കുന്നത് കാണേണ്ടി വന്ന ഒരമ്മ. അതും തനിക്ക് പറ്റിയ ഒരു അശ്രദ്ധയുടെ ഫലമായി. ഒടുവിൽ കുറ്റബോധം കൊണ്ട് നീറുന്ന മനസ്സുമായി തന്റെ മകൻ പോയ ലോകത്തേക്ക് തന്നെ ആ അമ്മയും യാത്രയായി. നമ്മുടെ വീടുകളിൽ പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ ഓരോ അമ്മമാരും അല്ലെങ്കിൽ രക്ഷാകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട ഒന്നുതന്നെയാണ്. കാരണം ഇവിടെ ആ അമ്മയ്ക്ക് പറ്റിയ ചെറിയൊരു അശ്രദ്ധയുടെ മേൽ നഷ്ടമായത് 2 വിലപ്പെട്ട ജീവനുകളാണ്. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ പ്രതിഭ എന്ന 29-കാരിയും പ്രതിഭയുടെ 11 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുമാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് പ്രതിഭയും കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വർക്ക് ഫ്രം ഹോമിന്റെ ഭാഗമായി പ്രതിഭ വീട്ടിലിരുന്ന് തന്നെയാണ് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി വീടിന്റെ ടെറസിൽ ഉണക്കാനിട്ട തുണികൾ എടുക്കാനായി പോയതായിരുന്നു പ്രതിഭ. വീട്ടിൽ മറ്റാരുമില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കട്ടിലിരുത്തി കളിപ്പാട്ടങ്ങളെല്ലാം നൽകി അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാണ് അമ്മ മുകളിലേക്ക് പോയത്. എന്നാൽ തുണികളെല്ലാം എടുത്ത് താഴെ എത്തിയപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. പരിഭ്രാന്തിയായ യുവതി അവിടെയെല്ലാം തിരഞ്ഞുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ വീടിനകത്ത് തന്നെയുള്ള ശുചിമുറിയിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ആ നടുക്കുന്ന കാഴ്ച കാണുന്നത്. തന്റെ ജീവവായുവായിരുന്ന ആ കുഞ്ഞ് ശുചിമുറിയിലെ ബക്കറ്റിലെ വെള്ളത്തിൽ തല കീഴായി ചലനമറ്റ് കിടക്കുന്നു. ഓടിച്ചെന്ന് പ്രതിഭ കുഞ്ഞിനെ എടുത്തുവെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. പിന്നീട് എന്ത് ചെയ്യണമെന്നവർക്ക് അറിയില്ലായിരുന്നു. ഒടുവിൽ കുറ്റബോധം സഹിക്കാൻ വയ്യാതെ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതിനായി ആദ്യം വീട്ടിലുണ്ടായിരുന്ന 15ഓളം പാരസിറ്റമോൾ ഗുളികകൾ കഴിച്ചു. എന്നാൽ അത് നടക്കാതെ വന്നതോടെ കൈഞ്ഞരമ്പുകൾ മുറിച്ച ശേഷം മുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. വൈകുന്നേരം 6:30യോടുകൂടി ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഭർത്താവാണ് 2 പേരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. പ്രതിഭ എഴുതിയ ഒരു കുറിപ്പും സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തി. തന്റെ മകന്റെ മരണത്തിന് താനാണ് ഉത്തരവാദിയെന്നും കുറ്റബോധത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്നും പ്രതിഭ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കൂടാതെ നടന്ന സംഭവങ്ങളും ഇവർ വിവരിക്കുന്നുണ്ട്. ഗുളികകൾ കഴിച്ച് കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ആദ്യം ശ്രമിച്ചെങ്കിലും ഒടുവിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു.